ഹലോ, വെൽക്കം ടു അജയ് കിച്ചൻ. ഇന്ന് ഞാനൊരു സാമ്പാർ ഉണ്ടാക്കുന്നത്. സാമ്പാർ എന്ന് പറഞ്ഞാൽ പരിപ്പേ ഇടാത്തൊരു സാമ്പാർ. ഒരു പരിപ്പ് ഇടുന്നില്ല, കടലപ്പരിപ്പോ തോരൻപരിപ്പോ അങ്ങനെ പരിപ്പ് വർഗ്ഗങ്ങളൊന്നും ഇല്ലാതെ വെറും പച്ചക്കറി മാത്രം ഇട്ടൊരു സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 10-20 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 6 പച്ചമുളകും 2ആയിട്ട് പിളർന്നിട്ട് വെച്ചിട്ടുണ്ട്. അത് പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കേ. പിന്നെ ഒരു സവാള അതും അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 വെട്ട് ചേമ്പേ അത് അരിഞ്ഞിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. കുറച്ച് പടവലങ്ങ അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3/4 കിലോ 1/2 കിലോയ്ക്കടുത്ത് മത്തങ്ങ അതും ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1/2 കിലോയ്ക്കടുത്ത് കുമ്പളങ്ങ അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് ഒരു കിഴങ്ങ് അതും കഴുകി ഇത് വെള്ളത്തിയിട്ട് വെച്ചേക്കെ, അല്ലെ കറുപ്പും അതും ഇട്ട് കൊടുക്കേ. പിന്നെ ഒരു മുരിങ്ങയ്ക്ക അതിപ്പോൾ ഇടുന്നില്ല, പിന്നിടുക. ഇനി ഇതിനകത്ത് ഈ ചെറിയ സ്പൂണിന് ഒരു 1.25 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിനകത്ത് കുറച്ച് ഉപ്പ്, ഇതിലോട്ട് കുറച്ച് വെള്ളം, ഇനി ഇതിൽ 2 തക്കാളി, അതിനകത്ത് അരിഞ്ഞിട്ട് കൊടുക്കേ. പെട്ടെന്നൊരു സാമ്പാർ, ഈ കഷ്ണം വേവുന്ന നേരം കൊണ്ട് സാമ്പാറായി. ഇത് നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇനി ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. നോക്കേ, റബ്ബറൊന്നും ഇടുന്നില്ല, പ്രഷറൊന്നും ചെയ്യുന്നില്ല, തിളച്ച് കയറുകയാണ്. ഇങ്ങനെ ഇരിക്കട്ടെ, ഇന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ സാമ്പാർ തിളച്ചിട്ടുണ്ട്. ഈ തിളച്ച സാമ്പാറിലോട്ട് ഒരു കഷ്ണം കായം അതിട്ട് കൊടുക്കാം. ഇനി ഒന്ന് വേവട്ടെ. തിളച്ച് കഴിയും, ചിലപ്പം വെളിയിലോട്ട് പോകും. നമ്മുടെ കഷ്ണം നോക്കേ, ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞു. എല്ലാം പെട്ടെന്ന് വേവും, എന്ത് കുഴഞ്ഞു പോകല്ലല്ലോ. വെന്തിട്ടുണ്ട്. ഇനി ബാക്കി ഇതിനകത്ത് ഞാൻ മുരിങ്ങയ്ക്ക എടുത്ത് വെച്ചിരിക്കുന്നില്ലേ, അത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കേ. ചെറിയ 4 പോലത്തെ മുരിങ്ങയ്ക്ക. കാര്യം എന്ത് വിലയപ്പം മുരിങ്ങയ്ക്ക്. മുരിങ്ങയ്ക്ക ഒന്നും അത് കിട്ടാനില്ല. അപ്പോൾ ഇതൊന്ന് വേവട്ടെ, നിറച്ച് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്താൽ അത് വെന്തിട്ടുണ്ട്. 2 മിനിറ്റേ ഉള്ളൂ അത് വിട്ടതേ. ആ സമയം കൊണ്ട് മുരിങ്ങയ്ക്ക വെന്തോളും. ഇനി ഇതിനകത്ത് ഞാൻ 2-3 വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ടേ. ഈ വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക അതുപോലെ 1-2 മിനിറ്റ് കിടന്നാൽ മതി. ഞാൻ എണ്ണയിലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇത് ലാസ്റ്റ് മിനിറ്റാണ് ഞാൻ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അജയ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. സാമ്പാറിൻ്റെ കഷ്ണം നോക്കാം. വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ട് 1-2 മിനിറ്റ് ആയി. ഞാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച്. കൊണ്ട് ഒരു കടുക് വറുക്കാനുള്ള പാത്രം താളിക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പാത്രം വെച്ചിട്ടുണ്ട്. കടുക് വറുക്കാൻ
ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതെ, എണ്ണ ചൂടായി. ഇതിനകത്ത് കുഞ്ഞു സ്പൂണിന് ഒരു 1.5 ടീസ്പൂൺ എണ്ണ ഇട്ട് കൊടുത്തേ. അല്ല, എണ്ണയില്ല, കടുക്. എല്ലാം തെറ്റിപ്പോയി. കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് പൊട്ടിയിട്ട് കൊച്ചുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കടുക് പൊട്ടാതെ കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഒരു 2-3 തണ്ട് വേപ്പില, ഇതിനകത്ത് സാമ്പാർ പൊടി. ഇത് നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന പൊടിയാണേ. എണ്ണയിലെത്തിച്ചപ്പോൾ 2.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തേ. കാര്യം ഇതൊന്ന് ചൂടാക്കാം. കാര്യം ഇതിനകത്ത് പരിപ്പൊന്നും ഇട്ടല്ലേ, അതൊന്ന് ഞാൻ പരിപ്പൊന്നും ഇട്ട സാമ്പാർ അല്ലല്ലോ. ഒരു ഇച്ചിരി കൂടെ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കേ. സാമ്പാർ പൊടിയിൽ പരിപ്പുകളെല്ലാം ഉണ്ട്. ഒന്ന് ചൂടായിക്കോട്ടെ. ഗ്യാസ് അണച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ. എന്താ, വെണ്ടയ്ക്ക ഉടയാതെ കിടക്കുന്നുണ്ട്. ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോഴാണ് അങ്ങനെ. 1-2 മിനിറ്റ് മതി വെണ്ടയ്ക്ക ഒന്ന് വാടി കിട്ടാൻ. ഈ ചൂടുവെള്ളം ഇത് പാത്രത്തിൽ ഇച്ചിരി ഒഴിച്ചു കൊടുക്കേ. അപ്പം കട്ടി പിടിക്കുമെന്ന്. സ്റ്റീൽ തവിയാൻ്റെ അതിനകത്ത് ആദ്യം ഈ പാത്രത്തിലിട്ട് ഒഴിക്കുന്നില്ല. ഇനി ഇതിനകത്ത് കുറച്ച് പുളി, നമുക്ക് ആവശ്യമുള്ള പുളിയൊന്നും ചേർത്തിട്ടില്ല. ഞാൻ ആദ്യം ഇടുന്നില്ല, കാര്യം ദോശയ്ക്കും ഇഡലിക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. ആദ്യം പുളി ആർക്കും ഇഷ്ടമല്ല. വേണ്ട, 1 ടീസ്പൂൺ പുളി ഇട്ടിട്ടുണ്ട്. പിന്നെ പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളി, എരി, ഉപ്പ്, കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കേ. ചൂടുവെള്ളമാണ് ഇത്, തിളപ്പിച്ചാർച്ച വെള്ളം ഇത്. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് ഉപ്പ് കൊടുക്കാം. നമ്മുടെ സാമ്പാർ നോക്കേ, നല്ല മണമുണ്ട്. നല്ല തിളച്ച് ഓക്കെ. വെണ്ടയ്ക്ക ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ. ഞെക്കാം. വെണ്ടയ്ക്ക ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ അതൊക്കെ ഉടഞ്ഞങ്ങ് കുഴഞ്ഞു പോവില്ല. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. അടിപൊളി സാമ്പാറാണ്. ഞാൻ ഇതിന് സാമ്പാർ പൊടിക്കുമ്പോഴേ ഉപ്പ് കുറവാണേ, ഉപ്പിട്ട് കൊടുക്കുക. അല്ല, കായം ഇടത്തില്ല. കായം
നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ നേരത്തെ ഇടത്തുള്ളൂ. ഇനി ഇതിനകത്ത് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കേ. ഇനി ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഗ്യാസ് ഓഫാക്കാം. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. നമ്മൾ സാമ്പാർ എടുക്കാം. ഞാനിതൊന്ന് ഒരു സർവിങ് ബൗളിലോട്ട് മാറ്റാം. പരിപ്പില്ലെന്നേ ഉള്ളൂ, പിന്നെ എളുപ്പവും ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, നല്ല ഇതിനി ഇരിക്കുമ്പോഴും ഒന്ന് കുറുകേ. ഒരു കഷ്ണവും ഉടഞ്ഞു പോയിട്ടില്ല, എന്നാൽ എല്ലാ കഷ്ണവും വെന്തിട്ടും ഉണ്ട്. എൻ്റെ കൈ പൊള്ളും. നോക്കിക്കേ, നല്ല കിടിലൻ സൂപ്പർ സാമ്പാർ, അടിപൊളി സാമ്പാറാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.